ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കുറേ കഥകളും കാര്യങ്ങളും പിന്നെ കുറച്ച് മോട്ടിവേഷനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ അതെല്ലാം കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ബാ, നമുക്ക് തുടങ്ങാം. ബാ എൻ്റെ കൂടെ. നമുക്കിങ്ങനെ നടന്ന് സിറ്റി കൂടെ ഇങ്ങനെ പോവാട്ടോ. ഇവിടെ ഒരു പച്ചക്കറി കട, പഴക്കടയുണ്ട്. പച്ചക്കറിയല്ല, ഫ്രൂട്ട്സ് കടയുണ്ട്. ഇഷ്ടംമാതിരി ഫ്രൂട്ട്സൊക്കെ കടയിലുണ്ട്. പിന്നെ അതേ അവിടെ ഒരു ക്ലിനിക്കുണ്ട്. അത് ഇതുകൊണ്ടോ കുടം, പണ്ടത്തെ കുടം ഓർക്കുന്നുണ്ടോ? നമ്മൾ വെള്ളം കോരാൻ പോയ കഥകളൊക്കെ ഓർക്കുന്നുണ്ടോ? സ്കൂളിൽ പോകാൻ നേരത്ത് വെള്ളം കോരിയിട്ട് വേണം നമ്മൾ സ്കൂളിൽ പോകാൻ. ഇന്നത്തെ പോലെ മോട്ടറുകളോ ഒന്നുമില്ല അന്ന്. അന്ന് വെള്ളം കോരണം. ഒരാൾ മുറ്റമടിക്കണം, ഒരാൾ വെള്ളം കോരണം, അങ്ങനെ പല രീതിയിലാണ്. ഇപ്പോൾ ഇങ്ങനെ വന്നപ്പം ഇവിടെ ഒരു മീൻ വിൽക്കുന്ന കണ്ടു. അപ്പം ഞാനത് അങ്ങോട്ട് പോവുകയാണ്. മീൻ വിൽക്കുന്ന നോക്കുവാണ്. നമുക്കവിടെ ഒരു കിളിയാണ് വന്നിരിക്കുന്നത്. നമ്മളത് മേടിച്ചില്ല. അപ്പം ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ പോയിപ്പോയാണ് ഞാൻ ഇവിടെയാണ് ഈ പൂച്ചകളെ കണ്ടുമുട്ടുന്നത്. ഈ പൂച്ച വീടെന്നാണ് അവരറിയപ്പെടുന്നത്. ഞാൻ ആ പൂച്ച വീട്ടിലേക്ക് നോക്കുകയാണ്. വല്ല സീനും പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക പൂച്ച വീട്ടിലേക്ക്. പക്ഷേ അവിടെ ഇഷ്ടംമാതിരി പൂച്ചകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പടം, ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിയിലാണ്, മോളെ സ്കൂളിൽ വിടാവുന്ന വഴിയിലാണ് അവരുടെ വീട്. അവിടെ ഇഷ്ടംമാതിരി പൂച്ചകളുണ്ട്. അപ്പം മീനിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അതുങ്ങളെല്ലാം ഇറങ്ങി ഓടി വരും റോട്ടിലേക്ക്. അതാണ് അവിടെ കണ്ടത്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു റോട്ടിലെ ഒരു തടി കൊണ്ടുപോകുന്ന ഒരു സീനാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ വന്ന വഴിക്ക് ആ തടി ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടു. പിന്നെ ഞങ്ങൾ നടന്ന് ഇന്ന് പാലെടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകാനുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കോഴിക്കട. അവിടെ ഇങ്ങനെ സീൻ പിടിച്ച് ഞാനിങ്ങനെ പോവുകയാണ്. പിന്നെ ഞാനിങ്ങനെ പോയപ്പോൾ ഇവിടെ കുറേ ചെടികളിരിക്കുന്ന കണ്ടോ നല്ല രസമല്ലേ പൂക്കൾ. ആ പൂക്കൾ ഇങ്ങനെ എടുത്തപ്പോൾ അയാൾ നോക്കുന്നുണ്ടായിരുന്നു. മേടിക്കത്തില്ല, വാങ്ങാതെ പൂക്കൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് വേറൊരു സ്ഥലമാട്ടോ. ഇത് ഞാൻ പഞ്ചായത്ത് വരെ അത്യാവശ്യത്തിന് പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു റംബൂട്ടാന്, ആ റംബൂട്ടാന് കാക്കകൾ പക്ഷികളൊക്കെ പറിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവിടെ അതൊരു വലയിട്ട് മൂടിയിട്ടിട്ടുണ്ട്. കണ്ടോ എന്തോരം നോക്കി, എന്തോരം നിൽക്കുന്നുണ്ടോ. ഈ റോട്ടിലാണെങ്കിൽ ചെളിയും കുണ്ടും കുഴിയൊക്കെ ആട്ടോ ഈ വലയിട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് പക്ഷികൾ ആരും തിന്നാതിരിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഈ വെള്ളം കണ്ടോ, ഈ പഞ്ചായത്ത് റോഡിലോട്ട് പോകണമെങ്കിൽ ഈ പാലം കടന്ന് വേണം പോകാൻ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇതുണ്ടോ വെള്ളം കണ്ടോ, ഒരു പുഴ നദി ഒഴുകുക. അതിനകത്ത് നല്ല രസമല്ലേ കാണാൻ, അവിടെ വെള്ളം കേറിക്കുന്ന കാണാൻ. അവിടുത്തെ കാലാവസ്ഥയൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമായത്. ഞാൻ പഞ്ചായത്ത് ഇപ്പം ഇങ്ങോട്ട് മാറ്റിയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി പേരില്ലായിരുന്നു, പേരുണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെയോ വെട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകാം കേട്ടോ. ഇവിടെ വീണ്ടും തിരിച്ചു വരുന്ന ഭാഗമായിട്ടോ ഇത് അങ്ങോട്ട് പോകുമ്പോഴെടുത്ത ഫോട്ടോ കേട്ടോ. ഇത് അങ്ങനെ കണ്ടോ നല്ല രസമല്ലേ. പിന്നെ റോഡിൽ കൂടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാം കേട്ടോ. ഒത്തിരി ദൂരമൊന്നുമില്ല, കുറുക്ക് കയറിയാൽ എല്ലാം പെട്ടെന്ന് എത്താവുന്നേ ഉള്ളൂ നടന്നത്. നമ്മളിപ്പോൾ നടക്കുന്നില്ലല്ലോ എങ്ങോട്ടും, അതുകൊണ്ട് പിന്നെ വണ്ടിയൊന്നും വേണ്ടല്ലോ. ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കാണാം, അതുപോലെ വീഡിയോസ് പിടിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് നടക്കാനായിട്ട് പോകുന്നത്. ഇതുണ്ട്, ഈ ബസ്സൊക്കെ പോകുന്നുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് പോയ വഴിയാണ്. ഇവിടെയാണ് നമ്മുടെ ഇതുണ്ടോ, ഇത് ഞാൻ കയറി വരുമ്പോൾ ഒരു കോഴിയും കൊണ്ട് കുറേ ചെറുക്കന്മാരിങ്ങനെ നിൽക്കുന്ന കണ്ടോ. അവരതിനകത്ത് കോഴിയെ വിൽക്കാൻ വെച്ചിരിക്കുക കേട്ടോ. അതൊരു സീൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ അത് നോക്കിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നടപ്പ് മാത്രമേ ഉള്ളൂ. ഇതുണ്ട് ഒരു വീട്, ഇവിടെ ഞങ്ങൾ ആദ്യം താമസിച്ചൊരു വീടായിരുന്നു. ആ വീട് വിറ്റു. ആ വീട് വിറ്റപ്പോൾ അവിടെ അതുകൊണ്ട് പൂച്ചയ്ക്ക് ഇഷ്ടംമാതിരിയുണ്ട്. എവിടെ നോക്കിയാലും പൂച്ചയേ ഉള്ളൂ. ഞാൻ എവിടെ പോകുന്നോ അവിടെയെല്ലാം പൂച്ചയുണ്ടായിരിക്കും. അതൊരു പ്രത്യേകതയാട്ടോ. എൻ്റെ അടുത്ത് ഏത് പൂച്ചയും വരും. എന്താണെന്നറിയത്തില്ല,